ഇത് പുതിയ ബാച്ച് മീനച്ചാറാണ് കേട്ടോ. ഞാൻ നമ്മുടെ സ്റ്റാറ്റസിലും അപ്ഡേറ്റ് ചെയ്തിരുന്നു. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, ബെൻസി വറ്റ മീനൊന്ന് ട്രൈ ചെയ്തൂടെ, നല്ല ടേസ്റ്റാണ്, സോഫ്റ്റ് ആണെന്നൊക്കെ. അപ്പം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ലല്ലോ. പൊതുവേ കേരച്ചൂരയാണ് ഞാൻ റെഗുലറായിട്ട് ഇടുന്നത്. ആരെങ്കിലും സ്പെഷ്യൽ ഓർഡർ തന്നാലും മോത, നെയ്മീൻ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും വറ്റ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. കുറച്ചേ എടുത്തുള്ളായിരുന്നു അച്ചാറിടാനായിട്ട്. ഇട്ട് നോക്കിയപ്പോൾ നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് വറ്റ അച്ചാർ ഇടുന്നു എങ്കിൽ വറക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കറക്റ്റ് പരുവത്തിന് ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകുമേ. അത്ര സോഫ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു നെയ്മീനേക്കാളും സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ വറക്കുമ്പോൾ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് അച്ചാറിൻ്റെ കൂട്ടത്തിൽ വറ്റയുടെ മീനച്ചാറും പ്രതീക്ഷിക്കാം. ഇത് കുറച്ചേ ഇട്ടുള്ളൂ. ഉടനെ 1-2 ദിവസത്തിനകം അടുത്ത ബാച്ച് ഞാൻ ഇടുന്നുണ്ട്. പുതിയ വറ്റ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഉടനെ വറ്റ അച്ചാർ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്ക് ബോംബെയിൽ നിന്ന് കുറേ പേര് എൻ്റെ അടുത്ത് അച്ചാറിൻ്റെ ചോദിക്കാറുണ്ട്. കൊറിയർ ചാർജ് കേട്ടിട്ട് പലർക്കും, കാരണം കൂടുതലാണല്ലോ ബോംബെയിലൊക്കെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതലാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, എൻ്റെ ചേച്ചി ബിജീസ് കിച്ചൺ ബോംബെയിൽ ഇതേ സെയിം ബിസിനസ്സാണ്. ഞാൻ അച്ചാർ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ അവളാണ് തുടങ്ങിയത്. അവരുടെ കയ്യിലും ഇപ്പോൾ സ്റ്റോക്കായിട്ട് മീനച്ചാറുണ്ട്, ബീഫ് അച്ചാറുണ്ട്, ലെമൺ ഡേറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നാട്ടിൽ നിന്നും കൊറിയർ ചാർജ് കൂടുതലാണെന്ന് ഉള്ളവർക്ക് സുഖമായിട്ട് അവളുടെ കയ്യിൽ നിന്ന് ബോംബെയിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അയക്കുന്നതിൻ്റെ പകുതി കൊറിയർ ചാർജേ ഉള്ളൂ. പലരിടത്തും ഞാൻ പറയാറുണ്ട്, അവർക്ക് കോൺടാക്ട് ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളുടെ ഫോൺ നമ്പർ എൻ്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ തരാം. കഴിഞ്ഞ വ്ളോഗിൽ എനിക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ആരെയും കാണുന്നില്ല, പഴയ ആൾക്കാരെ ആരെയും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര്, അയ്യോ എനിക്കൊരു എല്ലാവരും ഓർമ്മയുണ്ട് കേട്ടോ. കാരണം എനിക്ക് സ്ഥിരം കമൻ്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും ഞാൻ ഓർമ്മ വെക്കാറുണ്ട്. അങ്ങനെയുള്ള പലരും വന്ന് കമൻ്റ് ഇട്ട് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അതിലും ഒരു സന്തോഷം കൂടെ തോന്നി, അവരെല്ലാം എഴുതിയിരിക്കുന്നത് കമൻ്റ് ഇടുന്നില്ലെന്നേ ഉള്ളൂ ബെൻസി, ഞങ്ങൾ വീഡിയോ കാണാറുണ്ടെന്ന്. അത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇപ്പോൾ ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. അതെന്താ കാരണമെന്ന് എനിക്കും അറിയില്ല. റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുത്തിരിക്കുന്നത് റാഗി എൻ്റെ കയ്യിൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ധാരാളം പേരെൻ്റെ നിന്ന് റാഗി മേടിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കൂടി ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പികൾ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വലിയൊരു ക്യാരറ്റ് എടുത്ത് ചെറിയ പീസാക്കി കുക്കറിൽ 2 വിസിൽ, എൻ്റെ കുക്കറിന് 2 വിസിൽ മതി, നന്നായിട്ട് അത് വേവും. അത് വേവാനായിട്ട് വെച്ചു. അതിനുശേഷം 2 സ്പൂൺ റാഗിപ്പൊടിയും നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആദ്യം തീ കൂട്ടി വെച്ച് അത് കുറുകി വരുമ്പോൾ തീ കുറച്ചിട്ട് നന്നായിട്ട് വേവിക്കും. അതിനുശേഷം കുറച്ച് പാല് ചേർത്തിട്ടുണ്ട്. ഇത് പാല് ചേർക്കാതെയും ചെയ്യാം. ഉപ്പിട്ട് കഞ്ഞി പോലെ, ഓട്സ് കഞ്ഞി കുടിക്കുന്ന കണക്കും റാഗി മാത്രം കുറുക്കി കുടിക്കാം. ഇത് ഞാൻ വേറെ ഒരു രീതി, ഞാൻ പല റെസിപ്പികളും ഇപ്പം റാഗിയുടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ഒരെണ്ണം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നാരങ്ങ, ഈന്തപ്പഴം, കാഷ്യൂ മിക്സ് ചെയ്തൊരു അച്ചാർ ഇടാറുണ്ടല്ലോ, അതിനു വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആണ് കേട്ടോ. അതിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി റെഗുലർ ആവശ്യത്തിനായിട്ട് ഒരു ഡബ്ബയിലോട്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി. ബാക്കി അതുപോലെ കവറിനകത്ത് തന്നെ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്, ആവശ്യമുള്ളപ്പോൾ എടുക്കാനായിട്ടേ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമൊക്കെയുള്ള എന്തൊക്കെ വേണോ ഇത് ഇടാം. ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത, പിന്നെ ഈ ഡേറ്റ്സ്, ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മുന്തിരി ഇടാം. അതിന് അതല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ അതിനുശേഷം വേവിച്ച ക്യാരറ്റ് കൂടെ, ഇത് കൈകൊണ്ട് ഉടച്ചാൽ പോലും നന്നായിട്ട് ഉടയുന്നത്, അതായത് സ്പൂൺ ഉടച്ചാൽ പോലും നന്നായിട്ട് ഉടയും. എങ്കിലും എല്ലാം കൂടി നന്നായിട്ട് ഞാനത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ റാഗി കുറുക്കിയത് നല്ല കട്ടിയായിട്ടാണെങ്കിൽ അതും തണുത്ത ശേഷം ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഞാൻ പക്ഷെ റാഗി ഒട്ടും കട്ടിയാക്കാതെ ലൂസായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും മിക്സിക്കകത്തിട്ട് അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ മിക്സിയിൽ അരച്ചെടുത്തത് അതിനകത്തോട്ടിട്ട് ഇളക്കിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതാരെങ്കിലും ട്രൈ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ഇടണം. കാരണം ധാരാളം പേര് എന്നെ ഇത് റാഗി മേടിച്ചിട്ട് ചിലരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ബെൻസി ഇത് കുറുക്കാനല്ലാതെ വേറെ എന്തെങ്കിലും റെസിപ്പികൾ ചെയ്യാമോ എന്നും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ആകെ കാഷ്യൂ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉള്ളത് ഞാനൊരു ആഡംബരത്തിന് വേണ്ടി ചെറുതായിട്ട് മുറിച്ചിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ റാഗി ഇതിനെന്ത് പറയാം, സ്മൂത്തി എന്ന് വേണമെങ്കിൽ പറയാം. സ്മൂത്തി തന്നെ അല്ലേ, ഒരു തരത്തിൽ പറഞ്ഞ പോലെ ഒരു സ്മൂത്തിയാണ്. ഇത് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോഴും കൂടുതലായിരുന്നു. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ, തണുത്ത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ കുടിക്കേണ്ടവർക്ക് തണുപ്പിച്ച് കുടിക്കാം.
തണുപ്പിച്ച് വേണമെന്നുള്ളവർക്ക് നല്ല തണുത്ത പാൽ ഇടക്കിയാലും മതി കേട്ടോ, അത് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ കൂടെ 2 ഗ്ലാസ്സിലായിട്ട് എടുത്തു. ഞാനിത് ആദ്യം പകുതി കുടിച്ച ശേഷം ബാക്കി അവിടെ വെച്ചിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ബാക്കി കുടിച്ചത്. ഒറ്റയടിക്ക് കുടിക്കാൻ പറ്റില്ല, കുറേശ്ശെ കുറേശ്ശെ കുടിച്ച് തീർക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ സമയം കിട്ടുമല്ലോ. ബാക്കി അവിടെ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കുടിച്ച് തീർത്തത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പുതിയൊരു ചിരവ മേടിച്ചത് പറഞ്ഞില്ലായിരുന്നോ? ഈ സമയം കൊണ്ട് ഞാൻ അവിടെ പുറകിൽ കാച്ചാൻ വേണ്ടി വെച്ചിരുന്ന പാല് ഇതാ പൊന്തി വരുന്ന. ജോസാൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. അതിന് ശേഷമാണ് ജോസാൻ പറയുന്നത് പൊന്തി പോന്നെന്ന്. അങ്ങനെ പിന്നെ പെട്ടെന്ന് പോയി ഓഫ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ ഇരിക്കുന്ന കണ്ടാൽ ജോസാൻ ഇങ്ങോട്ട് ചോദിക്കും, തിരുമ്മി തരണോ തിരുമ്മി തരണോ എന്ന്. ഇനി മുതൽ എനിക്കൊരു ചെറിയ ജോലി ആയിക്കോട്ടെ ഇവിടെ. എല്ലാം ചെയ്യുന്നതിന് ഞാൻ കോൺട്രാക്ട് എടുക്കാം. എന്താ അപ്പം രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്കും ജോലിക്ക് ഇടയ്ക്കും ഒക്കെ വരുന്ന പാക്കിംഗ് എല്ലാം കൂടെ ചെയ്ത് വെച്ചതാണ് ഞാൻ ആദ്യം കാണിച്ചത്. അത് ഒരുമിച്ച് ചെയ്തതല്ല, പലപ്പോഴായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ വരുമ്പോഴും പിന്നെ ഒരുമിച്ച് ചെയ്യാറുമുണ്ട്. തലേന്ന് രാത്രി വരെ കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ രാവിലെ ആദ്യം തന്നെ പാക്കിംഗ് ആയിരിക്കും ചെയ്യുന്നത്. കുറേ മണിക്കൂറുകൾ അതിന് വേണ്ടി പോകും കേട്ടോ. കാരണം ബോട്ടിലാക്കേണ്ടത് കാണും, വിദേശത്ത് വേണ്ടി പൗച്ചിലാക്കേണ്ടത് കാണും, അതിനുശേഷം സ്റ്റിക്കർ ഒട്ടിക്കണം, സീൽ ഒട്ടിക്കണം, ഡേറ്റ് എഴുതണം, ഇത് സീൽ ചെയ്യണം, ഡേറ്റ്, ഇതെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ജോസാൻ്റെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കുന്നത്. വിദേശത്തോട്ടുള്ള പാക്കിങ് മാത്രം ജോസാന് വീണ്ടും ഒരു പാക്കിങ് ചെയ്യേണ്ടി വരും. ഇത് കണ്ടവർക്കെല്ലാം മനസ്സിലായിക്കണമല്ലോ എന്താണ് മോതമീൻ്റെ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലേ, മോതമീൻ്റെ പരിഞ്ഞിലാണ്. എനിക്കൊരു കാലത്ത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പ്രാവശ്യം എന്താ ഇതുപോലെ ഞാനൊന്ന് തോരൻ വെച്ച് ജോസാന് കൊടുത്തപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഫാനാണ്. സവാള ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചത്തക്കാളി, ഒത്തിരി പുളിയില്ലാത്ത പച്ചത്തക്കാളിയാണ് അതെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, ലേശം വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ, പിന്നെ മഞ്ഞപ്പൊടി. നമ്മുടെ മീൻ പീര പറ്റിക്കുക എന്ന് പറയും, വറ്റിക്കുക എന്ന് പറയും, എങ്ങനെ വേണേലും പറയാമേ. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ മസാലകളാണ് എടുക്കുന്നത്, ആ മസാലകളെല്ലാം എടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഉലുവാപ്പൊടി ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഉലുവാപ്പൊടി ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമാങ്ങ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാങ്ങ അച്ചാറിടുമ്പോൾ അകത്തെ ആ മാംസമായിട്ടുള്ള ദശ കട്ടിയുള്ളത് ഞാൻ അച്ചാറിനിടത്തില്ല, അതങ്ങ് ഒത്തിരി അങ്ങ് അലിഞ്ഞു പോകുന്നവണക്ക് തോന്നും. അതുകൊണ്ട് അത് സെപ്പറേറ്റ് മാറ്റി ഇങ്ങനെ വെച്ചേക്കും. എനിക്ക് 1 വർഷത്തേക്കുള്ള മാങ്ങ എൻ്റെ ഫ്രീസറിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ആവശ്യത്തിന് മാങ്ങ കറിക്കോ എന്തെങ്കിലും കറികൾക്കോ മീൻ കറിക്കോ തോരനോ ഒക്കെ ഇടാനായിട്ട്. അപ്പോൾ തക്കാളിക്ക് അധികം പുളിയില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പച്ചമാങ്ങയും കൂടി ഇട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തക്കാളി, പച്ചമാങ്ങ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, സാധാ മീൻ കറിക്ക് ഇടുന്നേ, അത് ചേർത്താലും മതി. ഇതാണ്ടേ ഞാൻ ഇത് അതിൻ്റെ തൊലി കളയാവുന്നതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളാക്കത്തില്ലേ, അതുപോലെയാണ് ആക്കിയിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു യൂട്യൂബറുടെ വ്ളോഗ് കണ്ടിട്ട് അവരതിനകത്ത് മീൻ മുട്ടാങ്ങ് നന്നായിട്ട് കശക്കി പൊടിച്ച് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇതിട്ടിരുന്നു, ഷോർട്ട് ഇട്ടിരുന്നു അതിൻ്റെ. അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റിയാന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ട്രൈ ചെയ്തത്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ. ആദ്യം ആ ഉള്ളിയും മസാലകളും എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ പരിഞ്ഞിലിട്ടിട്ട് അത് പൊട്ടാതെ ഇതുപോലൊന്ന് സോഫ്റ്റായിട്ട് ഇളക്കി മിക്സ് ചെയ്താൽ മതി. ഒരിക്കലും അങ്ങ് ഞെരടരുത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. പരിഞ്ഞിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാലകളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു പ്രത്യേക പ്രതിഭാസമാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നല്ല മഴ പെയ്യുന്നുണ്ട്, പക്ഷെ കൊട്ട വെയിലെന്ന് വെച്ചാൽ കൊട്ട വെയിൽ. ഞങ്ങളുടെ കൊച്ചിലെയൊക്കെ പറയും കുറുക്കൻ്റെ കല്യാണമാണെന്ന്, മഴയും വെയിലൂടെ ഒരുമിച്ച് വരുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര തമാശയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മഴയാണ്, വെള്ളം വീഴുന്നത് അതുപോലെ ആ വെയിലിൻ്റെ ചൂട് കൊണ്ട് അങ്ങ് വറ്റിപ്പോകുവാണ്. റോഡിലൊക്കെ മഴ പെയ്യുന്നെന്ന് പറയത്തേയില്ല. അന്തരീക്ഷം നോക്കുമ്പോൾ പെയ്യുന്നുണ്ട്, പക്ഷേ റോഡിൽ നോക്കിയാൽ ആ റോഡിൽ വെള്ളം വീണതായിട്ട് പോലും ഇല്ല. മഴ പെയ്യുന്നെന്നുള്ള യാതൊരു ഫീലിങ്ങും ഇല്ല. എന്നാൽ നല്ലതായിട്ട് പെയ്യുന്നുണ്ട്. ഞാൻ പറയാറുണ്ട് എന്തോ പൊട്ട മഴയാണെന്ന്. എന്താണ് പ്രകൃതിയുടെ വികൃതി. ഇതിപ്പോൾ അങ്ങനല്ലേ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്നതൊന്നും അല്ലല്ലോ ഇപ്പം നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഈ പൊട്ടമഴ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മഴയായതുകൊണ്ട് തന്നെ ജോസാൻ
പറഞ്ഞു രാവിലെ നേരത്തെ അങ്ങ് പോയി അയച്ചേച്ച് വരാം. കാരണം രാവിലെ തൊട്ടേ നല്ല മഴക്കോളും ഉണ്ട് കേട്ടോ. അപ്പം വൈകിട്ട് ഒത്തിരി മഴയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് രാവിലെ പാക്ക് ചെയ്തിട്ട് രാവിലെ തന്നെ കൊറിയർ അയക്കാനായിട്ട് അങ്ങ് പോയതാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള സമയം ഞാൻ അടുക്കളയിൽ നിൽക്കണം. കടയിൽ ആരെങ്കിലും വരുവാണെങ്കിൽ കടയിൽ നോക്കണം. കട പൂട്ടിയിട്ടേക്കുവാണ്, ഗ്രില്ല് പൂട്ടിയിട്ടേക്കുവാണ്. അത്യാവശ്യം ആരെങ്കിലും വരുന്ന ബെല്ലടിക്കുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അതാ നമ്മുടെ പരിഞ്ഞിലിൽ നിന്ന്, പരിഞ്ഞിലെന്ന് പറയും, പനിഞ്ഞിലെന്ന് പറയും, മീൻമുട്ടയെന്ന് പറയും, എന്താ വേണേലും പറയാം. അപ്പോൾ അത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കിയപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം കുറവായിട്ടാണ് തോന്നി കേട്ടോ. ഞാൻ വിചാരിച്ചു സവാള തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുമെന്ന്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒട്ടും ചേർത്തില്ലായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച കണക്ക് അധികം വെള്ളം ഇറങ്ങിയില്ല. അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടി തളിച്ചു കൊടുത്തിട്ടുണ്ട്. പൊതുവേ മീൻ പീരയും രസവും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇതും സെയിം മീൻ പീരയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കതൊരു 3-4 ദിവസത്തേക്കുണ്ടായിരുന്നു മീൻ പീര കുറേശ്ശെ എടുത്ത് തീർക്കാനായിട്ട്. അപ്പോൾ രസത്തിന് വേണ്ടി പുളിവെള്ളം പിഴിഞ്ഞ് ഉപ്പിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ജീരകം. ഞാൻ നേരത്തെ ജീരകപ്പൊടി ചേർക്കാറില്ലായിരുന്നു. പലരും കമൻ്റ് ഇട്ടതാണ് രസത്തിന് ജീരകം ചേർക്കും നല്ലതാണ്. അതിൽ പിന്നാണ് ഞാൻ ഓർക്കുമ്പോഴൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ തോരന് നന്നായിട്ട് വീണ്ടും ആവി വന്നു നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മുറിച്ചിട്ടാൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കി കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. മറ്റേത് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു ഇത്തിരി കയ്പ്പ് പോലെയൊക്കെ ഫീലായി, ഒരുമാതിരി ടേസ്റ്റ് വ്യത്യാസവും തോന്നി. എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഞെരടി മുട്ട പൊരിക്കുന്ന കണക്ക് ചെയ്താൽ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. പക്ഷെ ഇങ്ങനെ തോരൻ വെക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ലാസ്റ്റിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചൊന്ന് ഇളക്കിയായിരുന്നു, അത് ക്ലിപ്പ് കിട്ടിയിട്ടില്ല. ഈ സമയം കൊണ്ട് ഇതാ നമ്മുടെ രസം നന്നായിട്ട് തിളച്ചു. പക്ഷേ ഞാൻ അതിനകത്ത് ഇഞ്ചി ചതച്ചതിടാൻ മറന്നുപോയി. അതുകൊണ്ട് ലാസ്റ്റിൽ ഇത്തിരി കൂടി ഇഞ്ചി ചതച്ചതിട്ട് ചെറു തീയിൽ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചതാണ്. അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ രസം ഒന്ന് തിളച്ച ശേഷം അതിനെ അരിച്ചെടുക്കാറുണ്ട്. ഇത് ബിജീസ് കിച്ചൺ ചെയ്യുന്നതാണ്, ബോംബെയിലെ എൻ്റെ ചേച്ചി. അവൾ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. കാരണം ചോറിനകത്ത് അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ ആ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ പിശടൊക്കെ കിടന്ന് രസം കാണത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് എങ്ങനെയും കുടിക്കാം, ഒഴിച്ചു കഴിക്കാം, എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ ഇത്തിരി തണുത്ത ശേഷമേ ചെയ്യാവേ, അല്ലെന്നുണ്ടെങ്കിൽ കൈക്ക് പണി കിട്ടും. അല്ലാതെ തന്നെ എൻ്റെ കൈയൊന്ന് പൊള്ളി ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അത് പിന്നെ നിത്യത്തൊഴിൽ അഭ്യാസമാണല്ലോ, എനിക്ക് സ്ഥിരമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കൈ പൊള്ളല്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എന്നിട്ട് അരിച്ച ശേഷം ആ കുടത്തിലോട്ട് തന്നെ തിരിച്ചൊഴിച്ചു. എന്നിട്ട് കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ കൊച്ചുള്ളി ഞാൻ അരിഞ്ഞു വന്നപ്പോൾ ഇത്തിരി കൂടുതലായിരുന്നു, പിന്നെ മാറ്റാൻ പോയില്ല, അത് മൊത്തം അങ്ങ് ഇട്ടിട്ടുണ്ട്. കൊച്ചുള്ളി വലിയ കുഴപ്പമില്ല കേട്ടോ, ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഒത്തിരി അങ്ങ് എന്താണ് നമ്മൾ സാധാരണ കടുവൊക്കെ താളിക്കാൻ അങ്ങ് നന്നായിട്ട് അങ്ങ് ബ്രൗൺ ആക്കത്തില്ലേ, അങ്ങനൊന്നും ചെയ്യണ്ട കേട്ടോ രസത്തിന്. അപ്പം അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കൈ നന്നായിട്ടൊന്ന് പൊള്ളി. ഞാൻ മിക്കവാറും വീഡിയോയിലൊക്കെ കാണിക്കും കൈവളക്കത്തിൻ്റെ വിശേഷ കഥകൾ. അപ്പം ഞാൻ ജീവിച്ചു പോകുന്നത് വൂൺ ഹീലിംഗ് ക്രീം, നിങ്ങൾക്കറിയാം എലമെൻസിൻ്റെ, ഞാൻ ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ധാരാളം പേരെൻ്റെ നിന്ന് 5ഉം 10ഉം ഒക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. വിദേശത്തൊക്കെ പോകുന്നവർ അവരുടെ റിലേറ്റീവ്സിന് കൊടുക്കാൻ വേണ്ടിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. എനിക്ക് സ്ഥിരമാണ് കൈപൊള്ളല്, ഇടത്തെ കൈയും വലത്തെ കൈയും എപ്പോഴും. കാരണം ഈ അച്ചാറിനൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഇടുമ്പോൾ തെറിച്ച് വീഴാറുണ്ട്. മീൻ വറക്കുമ്പോഴും ബീഫ് വറക്കുമ്പോഴും ഒക്കെ തെറിച്ച് കയ്യിലൊക്കെ വീഴാറുണ്ട്. സ്ഥിരമാണ് എനിക്ക് പൊള്ളൽ, സ്ഥിരം, ഈ ബിസിനസ് തുടങ്ങിയ പിന്നെ. അപ്പോൾ ഇതും കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് കേട്ടോ. കാരണം ഇതിട്ടാൽ പെട്ടെന്ന് ഞാൻ എന്ന് പറഞ്ഞില്ലേ, മാങ്ങാച്ചിരട്ടപ്പം എൻ്റെ കാലിൻ്റെ വെള്ള പൊള്ളി കുടുന്നു, തൊലിയെല്ലാം പോയിട്ട് ഇതിട്ടൊരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ആ നീറ്റലും പുകച്ചിലും എല്ലാം അങ്ങ് പോയി. നമുക്ക് എന്താ സാധാരണ നമ്മുടെ കൈയൊക്കെ പൊള്ളിയാൽ പൊള്ളി കുടിരും, അതിനകത്ത് വീർത്തിങ്ങി വരും. ഇത് ചെയ്താൽ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിൽ ആ പാടുകളും മാറാൻ നല്ലതാണ്. പക്ഷെ ഞാൻ മറന്നു പോവും, എന്തൊന്നും ഇടത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ആ പാടുകൾ മാറാനും നല്ലതാണ്. അതിനുശേഷം എന്താ നമ്മൾ മൂപ്പിച്ച് വെച്ചതിനകത്തോട്ട് കായംപൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി കളറിന് വേണ്ടി ഇട്ടു. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന രസത്തിനകത്തോട്ട് ഒഴിച്ച് അടച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ രസം. പലരും രസം ലാസ്റ്റിൽ ഇതുപോലെ കടുതാളിച്ചിട്ടിടാറുണ്ട്. ചിലർ കടുതാളിച്ച് പുളിവെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കാറുണ്ട്. ഓരോ നാട്ടിലും ഓരോ രീതി. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അതായത് കടുതാളിച്ച് പുളിവെള്ളത്തിൽ ഇട്ടിട്ട് അത് വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിക്കുമായിരുന്നു, അങ്ങനെയും ചെയ്യാറുണ്ട്.
അതിനേക്കാൾ കുറച്ചുകൂടി മണം നിൽക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ മീൻ പീര പറ്റിച്ചതും പരിഞ്ഞിൽ പറ്റിച്ചതും പിന്നെ രസവും അതായിരുന്നു അന്നത്തെ കോമ്പിനേഷൻ. വൈകിട്ട് ജോസ അവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോസാനെ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ചെയ്യും. പക്ഷെ അതിനങ്ങനൊന്നും ഇല്ല. എന്തൊക്കെ ചെയ്താലും ഒരു വഴക്കും പരിഭവവും ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ്. എന്നാൽ ദേഷ്യം വന്നാൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, ജോസേട്ടന് ദേഷ്യം വരത്തില്ലയോ, എപ്പോഴും ഇങ്ങനെയാണോന്നും. അന്ന് അടുത്തറിയണം. അങ്ങനെ ഇരിക്കുന്നവരെ സൂക്ഷിക്കണം കേട്ടോ. ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. കണ്ണുമില്ല മൂക്കുമില്ല ഒന്നുമില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്ത് പോയപ്പോൾ 2 നൈറ്റി എടുത്തതാണ്, അതൊന്ന് ഒലച്ചിടുവാണ് കേട്ടോ. ആ പിങ്ക് നൈറ്റിക്ക് ഷോളും ഉണ്ട്, 650 രൂപയാണ് അതിൻ്റെ. അവര് നൈറ്റി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കുറേ അങ്ങ് എടുത്തിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി. എടുക്കാതെ വരുന്നത് മോശമല്ലേ. മറ്റേ നൈറ്റിയുടെ വില 325 തോന്നുന്നു. പിങ്ക് ഷോളൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും റേറ്റ്. എങ്കിലും ഇത്രയും റേറ്റിൻ്റെ നൈറ്റിയൊന്നും ഞാൻ ഇടാറില്ല. പിന്നെ എല്ലാം എടുത്തിട്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടം. കാരണം ഇത്രയും അവരൊരു മടുപ്പും കൂടാതെ എടുത്തിട്ടപ്പോൾ ഒന്നും എടുക്കാതെ എങ്ങനെ ഇറങ്ങി വരുന്നേ. അങ്ങനെ എടുത്തതാ. നല്ല ബെസ്റ്റ് ഫേസ് ഗ്ലോ ആവാൻ നല്ല സാധനമാണ്. ഇവിടെ ഇരിക്കില്ലേ വരയ്ക്കില്ല. അങ്ങനെ ചെയ്യാനൊന്നും വയ്യ, ചെയ്തു തരും. പക്ഷെ ഇവിടെ ഇരുന്ന് ചെയ്യിങ്ങനെ, ഞാൻ പോട്ട്. എനിക്ക് എഡിറ്റിംഗ് ഉണ്ടെന്ന്. ചെമ്പരത്തി വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഞാനിതിൻ്റെ പൂവിട്ടിപ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. തലേ തേക്കാൻ നല്ലതാണ്. ഇതിൻ്റെ ഇല താളിയാക്കി തലയിൽ കൊച്ചിലെ മിക്കവാറും ദിവസങ്ങളിൽ അതായിരുന്നു ഞങ്ങളുടെ ഷാമ്പു. ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. അന്നൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിരുന്നു, മുടിയുണ്ടായിരുന്നു. ആളുകൾ വിചാരിക്കും ഇവിടെ എന്തുവാണ്, ബ്യൂട്ടി പാർലറാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജോസ എനിക്ക് ചെയ്തു തരേണ്ടതാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ പൂ നിൽപ്പുണ്ട്. സമയമുള്ളപ്പോഴൊക്കെ പറിച്ച് ചെയ്യണം. ഞാനോ ചെയ്യുന്നില്ല. ചെയ്ത് തന്നാൽ നല്ലത്. മഴയുണ്ടെന്ന് തോന്നുന്നു രാത്രി. പോയി കഴിയോ? കഴിഞ്ഞ അല്ലടാ മോനെ, ഞാനിവിടെ നിൽക്കാം. കഴിവിന് ഞാനും കഴിവും കൂടെ തരാക്കത്തില്ല. അതിനില്ല സ്പോഞ്ച് മുക്കി കടയിലൊക്കെ ഉപ്പ് എടുക്കുന്നോളം എടുക്കണം. സമയം എന്താ? 6 മണിയോ? 6 ആയോളൂ. 6:30യോ? 6. അയ്യോ അങ്ങോട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു. രാത്രിയിൽ നല്ലൊരു മഴ പെയ്തു കേട്ടോ. പക്ഷെ മഴ പെയ്തെങ്കിലും ഗുണമൊന്നുമില്ല കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും ചൂട് തന്നെ. അപ്പോൾ എനിക്ക് നാരങ്ങ ഡേറ്റ്സിൻ്റെ അച്ചാർ ഇടണമായിരുന്നു. അതിനുവേണ്ടി കുറച്ച് ഡേറ്റ്സ് ഇന്ന് എടുത്തില്ല. അതായത് രാത്രിയിൽ ഈ ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് കുരു കളഞ്ഞ് ഇതുപോലെ എടുത്ത് വെക്കും. അപ്പോൾ അടുക്കളയിൽ ഇരുന്നായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മഴ പെയ്തപ്പം പിന്നീട് അത് എടുത്തുകൊണ്ട് സിറ്റൗട്ടിൽ കൊണ്ടുപോയി കുച്ചർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നാൽ ചെയ്തത്. കുറേ സമയം എടുക്കും ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനേ. അപ്പോൾ പിറ്റേന്ന് രാവിലെ എളുപ്പമാവും ഇതങ്ങ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. കുഞ്ഞൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്നറിയില്ല. തീർച്ചയായിട്ടും കമൻ്റ് ഇടാൻ മറക്കല്ലേ. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി ഉടനെ വരാമെന്ന പ്രതീക്ഷയോടെ ബൈ. ഗോഡ് ബ്ലസ് യു.